എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അരി ഫോർട്ട് ഹൈൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കോട്ടയാണ്. ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു മലപ്രദേശത്തെ ചിറകലായി ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതാ നോക്കേ, എന്ത് അടിപൊളി കാഴ്ചയാണ്. ഫുള്ള് ഈ മലയുടെ മുകളിലാണ് നമ്മുടെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. കയറി പോണിത് ഫുള്ള് വ്യൂ കിട്ടണമെങ്കിൽ കാണണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കയറാനൊന്ന് നോക്കിയതായിരുന്നു. പക്ഷേ എൻ്റെ കാല് ചെറുതായിട്ട് അവിടെ നിന്ന് ഉടക്കി. അതുകൊണ്ട് പതുക്കെ ഞാനൊന്ന് ഇറങ്ങി. അപ്പം നമുക്ക് ഈ കോട്ടയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ 2-3 സൈഡിൽ കൂടെ തന്നെ ഇതിന് വാതിലുകളൊക്കെ ഉണ്ട്. 5-6 വാതിലുണ്ട് ഇതിന്. ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ 5-6 വാതിലുണ്ട്. കയറാനും 2-3 വ്യൂവിലാണ് ഇത് പോകുന്നത്. ആദ്യത്തെ ഇത് നോക്കാം. ആദ്യം നമ്മൾ കയറുമ്പം തന്നെ ആ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സിറ്റി വ്യൂ ഒക്കെ കിട്ടും. പിന്നെയും ഏറ്റവും മുകളിൽ പോകുമ്പോൾ അടിപൊളിയായിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ഈ കോട്ടയുടെ ഈ വസ്തു ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഹരി ഫോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മഡ് ബ്രിക്സും ക്ലേ ആൻഡ് സ്റ്റോണൊക്കെ വെച്ചിട്ടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. പഴയ ബിൽഡിംഗ് ആണെങ്കിലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതാ നോക്കേ, ഇതെന്താ ഈ താഴോട്ടൊരു ഗുഹ പോലെയെന്ന് അറിയാൻ എന്തായാലും നമുക്ക് വന്നതല്ലേ, നോക്കാം. അങ്ങനെ അതാ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം കയറണം, ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇങ്ങനെയുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വരണം. ഇങ്ങനെ നോക്കുമ്പോൾ അത് സിറ്റിയൊക്കെ കാണാം. എല്ലാം ഒരു ആകൃതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ബാൽക്കണിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ബാൽക്കണി അതെന്താണെന്നൊന്ന് കാണാമെന്ന് കരുതി അങ്ങനെ ചെന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ബാൽക്കണി സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. പണ്ടത്തെ ഇതായിരിക്കും. അതാ ഇങ്ങനെ ഓരോ ഹോളൊക്കെ ഇട്ട് ഇതിൽ കൂടി നോക്കുമ്പോൾ സിറ്റി വ്യൂ ഒക്കെ കാണാമേ. അങ്ങനെ ഇതൊക്കെ നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന പഴയ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ ഗോപുരങ്ങളും നിരീക്ഷണ ടവറുകളുമുള്ള ഒരു കാവൽ കോട്ടയായിരുന്നു നമ്മുടെ ഈ അറീഫ് കോട്ട. ഇതിലൂടെ ആരുമായുള്ള ഈ ആക്രമണത്തെയൊക്കെ മുൻകൂട്ടി കാണാനും ഈ നഗരത്തെയൊക്കെ സംരക്ഷിക്കാനും കഴിയുമെന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം നമ്മൾ പറയുന്നത്. ഈ അരീഫ് ഫോർട്ട് എന്ന് പറയുന്നത് ഹൈലിൻ്റെ അഭിപ്രായപ്പെട്ട ചരിത്ര സാംസ്കാരിക ഐക്യ ചിഹ്നമാണ്. സന്ദർശകർക്ക് ചരിത്രം കാണാനും ഹൈലിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളിലൂടെ നഗരത്തെ കാണാനും ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കോട്ടയുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സന്ദർശിക്കാൻ സാധൂകരിച്ചിരിക്കുന്ന ഒരു കൾച്ചറൽ ഹെറിറ്റേജായി ഇപ്പോൾ ഇത് വികസിച്ചു വന്നു. അതിൻ്റെ ശില്പശൈലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണും പിന്നെ ഇടിയും പാറയും എന്നിവ ഉപയോഗിച്ചുള്ള മാറ്റങ്ങളും അന്തരീക്ഷ സുരക്ഷിതത്വവും പുരാതന ഐറ്റംസിലെ ഈ ഡിഫെൻസീവ് ആർക്കിടെക്ചറുടെ തെളിവുമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നോക്കേ, ഇത് പ്രാർത്ഥനാ റൂമാണ്. ഇവിടെ പല പല റൂമുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ റൂം, പ്രയർ റൂം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി ഒന്ന് കാണാം ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ. ഒരു വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളത്. ഈ മൊത്തത്തിൽ ഈ അരീഫ് ഫോർട്ടിന് ഹൈലിന് വേണ്ടി ഒരു മുത്തശ്ശനായ ഒരു കാവൽ കോട്ടയെന്ന് തന്നെ പറയാം. പക്ഷേ കാലക്രമേണ അതിൻ്റെ പ്രാധാന്യം മാറി. ഇപ്പോൾ ഇത് ഒരു ചരിത്ര സ്മാരകമായി മാറി. അതായത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു ഹെറിറ്റേജ് സൈറ്റായി. എന്നുവെച്ചാൽ നല്ല ഭംഗിയാണല്ലോ കാണാൻ. കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കയറി നോക്കാനും കാണാനും എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഇഷ്ടവുമാണ് കാണാൻ. ഇതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമല്ല, ഒരു പ്രാദേശിക ജീവിതത്തിലും കലയും ആഘോഷങ്ങളിലുമുള്ള പങ്ക് കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ പണ്ട് ഈ സൗദി ഭരണകാലത്ത് ഈ കോട്ടയിൽ നിന്നാണ് റമദാൻ ഉടുത്തുന്ന ആദ്യ ചന്ദ്രനെയും പിന്നെ അറിയിക്കുക, അതായത് മൂൺ സൈറ്റിനെ. ദേ നോക്കേ, ഇനി ഒരു വ്യത്യസ്തമായ കാഴ്ച കാണാം. ബാത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയകാലത്തെ ബാത്റൂം ആ ഒരു ഇതാണോ എന്ന് തോന്നുന്നത്. ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഇത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ ഗോപുരത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറുകയാണ് മുകളിലോട്ട്, ഒരു റൂമിലോട്ടാണ്. ഇതിലൂടെയൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് പിടിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കയറാനൊക്കെ. അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ ഉള്ളിലെ കൂടാരത്തിലോട്ട് കയറി. മറ്റേതുപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകവും കാണാൻ. അങ്ങനെ നമ്മൾ അവസാനത്തെ വ്യൂ പോയിന്റിലേക്ക് പോയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുഴഞ്ഞിട്ടുണ്ട്. എങ്കിലും അവസാനത്തെ പോർഷനാണല്ലോ, അത് കാണാൻ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ ഓടി കയറുകയാണ്.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹൈൽ നഗരം ഫുള്ളായിട്ട് കാണാം. ഈ സൗദി അറേബ്യയിലെ ഒരു ചെറിയ നഗരമാണ് ഹൈൽ. നല്ല ഭംഗിയുള്ള നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ഒന്ന് നോക്ക് എന്ത് ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ അരീഫ് ഫോർട്ടിൻ്റെ കാഴ്ചകൾ എനിക്ക് മനസ്സിന് നല്ലൊരു കുളിർമയായിരുന്നു. നിങ്ങൾക്കും ഇത് നല്ലോണം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു കോട്ടയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.